അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരണാസന്നനായ ഒരു പിതാവ് തൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് തൻ്റെ 3 മക്കളെയും അടുത്തു വിളിച്ച് പിടക്കുന്ന ഹൃദയത്തോടുകൂടി, നിറഞ്ഞ കണ്ണുകളോടുകൂടി തൻ്റെ ചില അവസാന വസിയത്തുകളും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും അടങ്ങിയ കത്ത് കൈമാറുകയുണ്ടായി. മൂത്ത മകൻ ആ കത്ത് വളരെ ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ആ വെച്ച ഇടം തന്നെ അവനോട് മറന്നു പോവുകയുമാണ് ഉണ്ടായത്. രണ്ടാമത്തെ മകൻ അത് ഇടയ്ക്കൊക്കെ എടുത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കും. മൂന്നാമത്തെ മകൻ എന്നാൽ അത് എടുത്ത് വായിക്കുകയും അവയിലെ ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരുന്നു. അവനെപ്പോഴെല്ലാം ജീവിതത്തിൽ കാലിടർന്നുവോ അപ്പോഴെല്ലാം വഴികാട്ടിയായി, വെളിച്ചമായി ഉപ്പയുടെ വാക്കുകൾ മാറിക്കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിറിൻ്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിൻ്റെ ഒരു സാരാംശമാണിത്. ഞാൻ ഇന്ന് പ്രിപ്പയർഡ് സ്പീച്ചിൽ ഈ ഒരു വചനമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. നമ്മുടെ അടിയാന്മാരിൽ നല്ലവരായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് ഈ വേദഗ്രന്ഥത്തെ നാം അവകാശപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സ്വന്തം ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചവർ അക്കൂട്ടത്തിലുണ്ട്, മിതം പാലിക്കുന്നവരും അവരിലുണ്ട്. അള്ളാഹുവിൻ്റെ അനുമതി അനുസരിച്ച് സൽക്കാര്യങ്ങളുമായി മുൻകടക്കുന്നവരും അവരിലുണ്ട്. അതത്രേ വലിയ അനുഗ്രഹം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മൾക്ക് അനന്തരമായി ലഭിച്ച സ്വത്താണ് പരിശുദ്ധ ഖുർആൻ അഥവാ അള്ളാഹുവിൻ്റെ വചനങ്ങൾ. നമുക്ക് ലഭിച്ച മറ്റേത് അനുഗ്രഹങ്ങളെക്കാളും മഹത്തരമായ നേർവഴിയും വെളിച്ചവും അതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയുമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഒരു വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എന്ന അനന്തരാവകാശികളെ 3 വിഭാഗക്കാരായി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമതായി സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവർ അഥവാ ളാലിമുൻ ലിനഫ്സിഹി. ഈ വിഭാഗം നിർബന്ധ കടമകളുടെ കാര്യത്തിൽ കുറേയൊക്കെ വീഴ്ച വരുത്തുകയും അതുപോലെ നിരോധിക്കപ്പെട്ട ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരവരോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവൻ്റെ പ്രതാപത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നതല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവരൊഴികെയെന്ന്. സ്വഹാബാക്കൾ അതിശയത്തോടുകൂടി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ആരാണ് വിസമ്മതിച്ചവർ? അവിടുന്ന് പറഞ്ഞു, എന്നെ അനുസരിച്ചവരാരാണോ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, എന്നെ അനുസരിക്കാത്തവർ ആരാണോ അവരാണ് വിസമ്മതിച്ചവർ എന്ന്. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നാം സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് വിസമ്മതിക്കുന്നത് എന്നാണ് നാം ഓർക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ വിഭാഗം മിതം പാലിക്കുന്നവർ അഥവാ മുക്തസിദ്. ഈ വിഭാഗം നിർബന്ധ കടമകളെ മുഴുവൻ നിർവഹിക്കുന്നവരും നിഷിദ്ധങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നവരുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാത്തവർ. ഇക്കൂട്ടർ സ്വർഗാവകാശികളാകുമെങ്കിലും അവർക്ക് ഇനിയും ഒരുപാട് നന്മകൾ ഭൂമിയിൽ വെച്ച് ചെയ്തിരുന്നുവെങ്കിൽ ഉന്നത പദവികളിലേക്ക് എത്താമായിരുന്നു എന്ന നിരാശയുണ്ടാകും. മൂന്നാമത്തെ വിഭാഗം നന്മകളിൽ മുൻകടക്കുന്നവർ എന്നാണ്.
അഥവാ സാബിക്കുൻ ബിൽ ഖൈറാത്ത്. മൂന്നാമത്തെ ഈ വിഭാഗം നിർബന്ധ കടമകളും മതത്തിൽ തൃപ്തികരമായ മറ്റ് കാര്യങ്ങളും നിർവഹിക്കുകയും നിഷിദ്ധങ്ങളായതിനെയും തൃപ്തികരമല്ലാത്തതിനെയും പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഒടുവിൽ പറഞ്ഞ ഇക്കൂട്ടരാണ് ഉയർന്ന പദവിയിലെത്തുന്നവർ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവരെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി അനുസരിച്ച് അഥവാ ബിഇദ്നില്ല എന്നുകൂടി അള്ളാഹു വിശേഷിപ്പിച്ചത് ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവും അവർക്ക് ലഭിച്ചതുകൊണ്ട് തന്നെയാണല്ലോ അവർ ആ നിലയിലെത്തിയതും. അള്ളാഹു അവരെക്കുറിച്ച് നന്നായി തൃപ്തിപ്പെട്ടവരുമാണല്ലോ. അതാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒരൊറ്റ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 3 വിഭാഗം മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു. ചോദ്യം ഞാനും നിങ്ങളും ഇതിലേത് കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. മലക്കുൽ മൗത്ത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിലാണോ? ഇനി ഒരു അവസരത്തിന് വേണ്ടി അവനോട് കെഞ്ചുന്നവരാകുമോ ഞാനും നിങ്ങളും? അതല്ല ഏറ്റവും ചുരുങ്ങിയ നന്മകൾ മാത്രം ചെയ്ത് എങ്ങനെയൊക്കെയോ സ്വർഗത്തിലെത്തിച്ചേരുന്നവരാകുമോ? അതുമല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് നന്മകളിൽ മുന്നേറിയതുപോലെ സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന വലിയ പദവികൾ ലഭിക്കുന്ന 3ാമത്തെ കൂട്ടത്തിലാകുമോ നമ്മൾ? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം 3ാമത്തെ കൂട്ടത്തിൽപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.